ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എജ്യൂട്ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എജ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS, CPO എന്നിങ്ങനെയുള്ള എക്സാമിനേഷൻ ഒക്കെയാണ്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു സീരീസ് കൂടി ഉണ്ടായിരുന്നു. അതായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തു പോകുന്നിരുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മലയാളവും ഇംഗ്ലീഷും കംപ്ലീറ്റ് ചെയ്തിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ചെയ്തിരുന്ന GK ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ GK ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമയം കളയാൻ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 41. ശ്രദ്ധിക്കുക, ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? G = 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അന്തരീക്ഷ മർദ്ദം 1 atm. സാന്ദ്രത 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 1 atm, 2 atm, 3 atm, 4 atm. ഇത് SCRT ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. SCRT കിടപ്പുണ്ട്. 2 atm ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ SCRT പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. ഇതിനടുത്തത്, മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? സാധാരണ PSC എപ്പോഴും നമ്മളോട് pH മൂല്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അത് ഞാൻ 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പൊ അതിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതാണ്. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം 7, 7.4, 8.2 and 6.3. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? 7.4 ആണ് മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം. നെക്സ്റ്റ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏത്? നിക്കൽ, ചെമ്പ്, സിങ്ക്, അലൂമിനിയം. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാനായിട്ട് നമുക്കറിയാം ഇരുമ്പിനകത്ത് ചേർക്കുന്ന ലോഹം ഏതാണ്? നിക്കലാണ്. ഓക്കെ, നിക്കലാണ് ചേർക്കുന്നത്. അടുത്തത്, വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഒരു ഉദാഹരണമാണ്? വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഒരു ഉദാഹരണമാണ്? ഗ്രഹാം നിയമം, ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം. ഇത് ബോയിൽ നിയമത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ബോയിൽ നിയമത്തിന് ഉദാഹരണമാണ്. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു എന്നുള്ളത് ബോയിൽ നിയമത്തിന് ഉദാഹരണമാണ്. ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? ലിഥിയം, ബെറിലിയം, ഫ്ലൂറിൻ, ഹീലിയം. ലിഥിയം, ബെറിലിയം, ഫ്ലൂറിൻ, ഹീലിയം. ക്വസ്റ്റ്യൻ ഇതാണ്, ഏതിനാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? 0 രാസസംയോഗ ശക്തിയുള്ളത് ആർക്കാണ്? ഹീലിയത്തിനാണ്. നെക്സ്റ്റ്, അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കഥകളി, കൂത്ത്, കൂടിയാട്ടം, ഓട്ടൻതുള്ളൽ. ഏതാണ്? കൂടിയാട്ട കലാകാരനായിരുന്നു ആര്? അമ്മന്നൂർ മാധവ ചാക്യാർ. അപ്പൊ അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നതിന്റെ ആൻസർ ഏതാണ്? കൂടിയാട്ടം. നെക്സ്റ്റ്, ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം? ഹോക്കി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ടെന്നീസ്. എല്ലാവർക്കും അറിയാലോ, നമ്മളെല്ലാവരും ഒളിമ്പിക്സ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം എന്ന് പറയുന്നത് ഏതാണ്? ഫുട്ബോൾ ആണ്. നെക്സ്റ്റ്, ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആര്? പൂന്താനം, ചെറുശ്ശേരി, വള്ളത്തോൾ, കുമാരനാശാൻ. എന്താ പറയുന്നത്? ആശയ ഗംഭീരൻ അല്ലെ? കുമാരനാശാനാണ് എന്താ ആശയ ഗംഭീരൻ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മറ്റൊരു പെറ്റമ്മ തൻ ഭാഷ താൻ. ആരുടെ വാക്കുകൾ? വള്ളത്തോൾ, ONV കുറുപ്പ്, ഇടശ്ശേരി, പൂന്താനം. കുറെ പേരെങ്കിലും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇത് ഏതാണ്? വള്ളത്തോളിന്റെ വരികളാണ് അല്ലെ? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മറ്റൊരു പെറ്റമ്മ തൻ ഭാഷ താൻ എന്നുള്ളത് വള്ളത്തോളിന്റെ വരികളാണ്. നെക്സ്റ്റ്, അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏത്? H1N1, H9N2, വാരിയോള വൈറസ്, റുബിയോള വൈറസ്. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധയായിരുന്നു H9N2. നമ്മളിവിടെ 10 ക്വസ്റ്റ്യൻ, ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. അപ്പൊ ഈ 10 ക്വസ്റ്റ്യനകത്ത് ഫിസിക്സ് കയറി വരുന്നത് നിങ്ങൾ കണ്ടു. ഫിസിക്സിനകത്ത് നമുക്ക് ചില പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസ് മിക്കവാറും PSC, SCRT തന്നെ അതേപടി അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് സമവാക്യങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിച്ചു വെക്കണം. SCRT പുസ്തകം എടുത്ത് നോക്കിയിട്ട് ചലന നിയമത്തിൻ്റെ സമവാക്യം ആയിക്കോട്ടെ,
അങ്ങനെ നമുക്ക് ചില പ്രോബ്ലം ചെയ്യുന്ന പ്രവേഗം, ത്വരണം ഇതൊക്കെ കാണാനായിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ ഇതുപോലുള്ള ഒരു മാർക്ക് നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഭൂഗുരുത്വ, ത്വരണം ഇതിന്റെയൊക്കെ ആയിട്ടുള്ള പ്രോബ്ലംസ് SCERT പുസ്തകം 10ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും ഫിസിക്സ് വായിച്ചു നോക്കുക. അവിടുന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, അത് നോക്കി പഠിക്കുക. പിന്നെ നമുക്ക് നമ്മുടെ സാഹിത്യം, കലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ് അമ്മന്നൂർ മാധവ ചാക്യാരുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പം ഫിസിക്സ് ഇച്ചിരി പ്രോബ്ലം വരുമ്പോഴാണ് ടഫായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു പോയത്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ പുസ്തകം നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. താങ്ക്